അങ്ങനെ സൂപ്പർ ലീഗ് കേരള സീസൺ 1-ൽ കാലിക്കറ്റ് FC ചാമ്പ്യൻസ് ആകുന്നു. ലീഗ് കഴിയുന്ന സമയത്ത് ടോപ്പ് ഓഫ് ദി ടേബിളിൽ നിന്നിട്ടുള്ള ടീമാണ് കാലിക്കറ്റ് FC എന്നുള്ളത് അറിയാം. എനിവേ ഫോസ കൊച്ചിക്ക് എതിരെ 2-1 എന്ന് പറയുന്നൊരു സ്കോറിലാണ് കാലിക്കറ്റ് FC വിജയിക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും നമുക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ പ്രത്യേകിച്ച് രണ്ട് തുല്യ ശക്തികളുടെ പോരാട്ടമാണ്. കാരണം ലീഗിൽ 1ഉം 2ഉം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള രണ്ട് ടീമുകളാണ്. അപ്പം ആ ഒരു വാശി അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി കളിയുടെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നൊരു മത്സരമായിരുന്നു എന്നുള്ളതാണ്. സോ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഫോസ കൊച്ചിയുടെ ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ നമുക്ക് ബാക്ക് ടു ബാക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ആ തോയ്സിങ്ങിൻ്റെ 15 മിനിറ്റിലുള്ള ആ ഒരു ഗോൾ അതാണ് കാലിക്കറ്റ് FCക്ക് ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് മാറിയത് എന്നുള്ളതാണ്. ഒരു നല്ല ഗോൾ. അത് സീസണിൽ ഇതുവരെ സ്കോർ ചെയ്യാത്തൊരു താരം കൂടിയാണ് തോയ്സിങ്. പക്ഷേ നമുക്കറിയാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ISLലൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരമാണ് അദ്ദേഹം. ISLലെ സൂപ്പർ ലീഗ് കേരളയുടെ ഒരു നിർണായക ഗോൾ കാലിക്കറ്റ് FCക്ക് വേണ്ടി ഫൈനലിൽ നേടിക്കൊടുക്കുന്നു എന്നുള്ള നിലയിലാണ് അവർക്ക് 1-0 എന്ന നിലയിൽ മുന്നിലെത്താനായിട്ട് സാധിച്ചത്. അതിനുശേഷം കാലിക്കറ്റ് FC കൂടുതൽ അറ്റാക്സ് കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷേ അവർക്കൊരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിച്ചത് ഗനി നിഗം എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം അദ്ദേഹത്തിനൊരു ഇഞ്ചുറി സംഭവിച്ച് പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു ഗോള് ഫസ്റ്റ് ഗോള് എന്ന് പറഞ്ഞാൽ ഗനി സെറ്റ് ചെയ്ത് കൊടുത്തതാണ് കെന്നഡിക്ക്. ആ കെന്നഡി ലെഫ്റ്റിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മൂവ് നടത്തിയിട്ട് ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നതാണ് തോയ്സിങ് സ്കോർ ചെയ്യുന്നത്. സോ നമുക്കറിയാം ഗനി നിഗം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് കാലിക്കറ്റ് FCയെ സംബന്ധിച്ചിടത്തോളം. സോ ആ ഒരു താരത്തെ നഷ്ടമാകുന്നു. പക്ഷേ ജിജോ എന്ന് പറയുന്ന താരമാണ്, നമുക്കറിയാം അവരുടെ ക്യാപ്റ്റനായിരുന്നു, കേരള ഫുട്ബോളിൽ വളരെ പ്രമുഖമായിട്ടുള്ളൊരു പേരാണ് എന്നുള്ളത്. സോ അദ്ദേഹം എത്തുന്നു. പക്ഷേ ഗനിയുടെ പെർഫോമൻസ് നമുക്ക് ഈ സീസണിൽ ഒരു വിദേശ താരം ഒക്കെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ആ ലെവലിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് കാലിക്കറ്റ് FCയുടെ ആരാധകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് വറി ചെയ്തിച്ചൊരു ഫാക്ടർ തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിജോ ഗിൽബർട്ടിലേക്ക് ഒരു നല്ല മൂവ് ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഫോസ കൊച്ചിയുടെ ഭാഗത്തു നിന്ന് നല്ല അറ്റാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു നല്ല ചാൻസ് ആദ്യം ക്രിയേറ്റ് ചെയ്തു, അത് ജസ്റ്റ് മിസ്സായി പോയി. അതിനുശേഷം ഒരു ക്രോസ് ബാറിൽ അടിച്ച് പോകുന്ന ഇൻസിഡൻറ്റ്. അങ്ങനെ കൊച്ചി ഒരു കളിയിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ആ ഒരു മൊമെൻറ്റിലാണ് ബെൽഫോർട്ടിൻ്റെ ആ ഒരു ഗോള് വരുന്നത്. അദ്ദേഹം ഒരു ഹെഡർ പാസ് എന്ന നിലയിൽ വന്നത് ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തിട്ട് ആണ് അദ്ദേഹം ആ ഒരു ഗോളാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. സോ ഈ ഒരു ഗോളിൽ അതിനുശേഷം ചില കൺസേൺസ് ഉണ്ട്, അത് ഒരു ഓഫ് സൈഡ് ആണോ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് എന്നാണെങ്കിലും ആ ഒരു ഗോളോടുകൂടി 2-0 എന്ന നിലയിൽ കാലിക്കറ്റ് FCക്ക് മുന്നിലെത്താൻ സാധിച്ചു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ കാലിക്കറ്റ് FC ആ ഒരു വിജയത്തിലേക്ക് പോകുന്ന ഒരു സൈൻ തന്നെയാണ്. ഒരു 80 മിനിറ്റ് അല്ലെങ്കിൽ 85 മിനിറ്റ് ആ ഒരു മൊമെൻറ്റിൽ തന്നെ, കാരണം 2-0 എന്ന നിലയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കോറിലാണല്ലോ കാലിക്കറ്റ് FC നിൽക്കുന്നത്. സോ അതിനുശേഷം ഫോസ കൊച്ചിയുടെ ഭാഗത്ത് നിന്ന് ചില അറ്റാക്സും കാര്യങ്ങളൊക്കെ വന്നു. സോ ആ ഒരു സമയത്താണ് 90 മിനിറ്റ് കഴിയുമ്പം അഡീഷണൽ ടൈമിൻ്റെ ആ ഒരു മൊമെൻറ്റിലാണ് ഡോർട്ടൻ ഗോമസിൻ്റെ ആ ഒരു ഗോള് വരുന്നത്. അതൊരു ബ്രില്യൻ ഗോളായിരുന്നു. കാരണം ഡോർട്ടൻ തന്നെയാണ് ആ ഒരു ബോളിലേക്ക്, കാരണം ആദ്യം റാഫേൽ അഗസ്റ്റോയ്ക്ക് ഒരു 1-1 പാസ് കൊടുക്കുന്നു. അത് ഒന്നാന്തരമായിട്ട് കോരിയിട്ട കണക്കെ ഗോമസിന് കൊടുക്കുന്നു. ഗോമസ് അദ്ദേഹം ഡിഫൻഡറെ ബീറ്റ് ചെയ്ത് ആ ഒരു ടൈറ്റ് സ്പേസിലൂടെ ആ ഒരു ഗോള് സ്കോർ ചെയ്യുന്നു. സോ അങ്ങനെ 2-1. അതിനുശേഷം കുറച്ച് അവസരങ്ങളിലേക്കൊക്കെ ഫോസ കൊച്ചി എത്തി. കാരണം ഒരു കംപ്ലീറ്റ് അറ്റാക്ക് ഫോസ കൊച്ചി എന്ന നിലയിലേക്ക് വന്നു. കാലിക്കറ്റ് കുറച്ചും കൂടി പിന്നീട് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് മാറി. പക്ഷേ അവർക്ക് ചാൻസസ് ഉണ്ടായിരുന്നു. അവസാന നിമിഷം പോലും ആ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയാണ് ഈ ഒരു മത്സരം 2-1 എന്ന നിലയിൽ കാലിക്കറ്റ് FC ഒരു പ്രഥമ സൂപ്പർ ലീഗ് കേരളയുടെ ചാമ്പ്യൻസ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു ടൂർണമെൻറ്റ് കഴിയുന്ന സമയത്ത് ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ പറയാം, ബെസ്റ്റ് പ്ലെയറായിട്ട് ഫോമി ഗാനിനികൊക്കെ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എത്തിയത് നമുക്കറിയാം കെവിൻസ് ബെൽഫോർട്ടാണ്. അതുപോലെ തന്നെ ഡോൾട്ടൻ ഗോമസ് ആണ് ബെസ്റ്റ് പ്ലെയർ ആയത്. അതുപോലെ ഹജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള താരം ഗോൾ കീപ്പർ ആയത്. കാലിക്കറ്റ് FCയുടെ അർഷാഫാണ് എമേർജിങ് പ്ലെയറായിട്ടൊക്കെ മാറിയത്. സോ അങ്ങനെ ഒരു സൂപ്പർ ലീഗ് കേരള വളരെ ഒരു നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിരിക്കുന്നു. നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയം ആയിരുന്നു. 35,000 മറ്റോ ആയിരുന്നു ഒഫീഷ്യൽ അറ്റൻഡൻസ്. ഞാൻ പറയുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ കാണാം, 10,000 അതിനേക്കാൾ മുകളിലും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. 10,000 ആളുകൾ സ്റ്റേഡിയത്തിൽ കയറാൻ പറ്റാതെ തിരിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. കാലിക്കറ്റ് പറഞ്ഞ പോലെ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ടായത്. സോ എന്താണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സൂപ്പർ ലീഗ് കേരളയുടെ ഈ ഒരു സീസൺ അവസാനിക്കുന്നു. പ്രഥമ ലീഗിൽ കാലിക്കറ്റ് FC ചാമ്പ്യൻസ് ആകുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസിന് സനിയഫ്.